സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനും സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനുമുള്ള ഷാലോൻ ടിവിയുടെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മോടൊപ്പമായിരിക്കുന്നത് CBCI ദേവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം സൺഡേ സ്കൂളിലെയും പറമ്പ സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന കഴിഞ്ഞ എപ്പിസോഡിലെ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും ചർച്ചകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമായി ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച വിഷയം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക. എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഈശോയുടെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ല അല്ലേ? അത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അതായത് കുരിശുമരണം, ഈശോയുടെ പെസഹ രഹസ്യം, ക്രിസ്തു സംഭവം, ഇങ്ങനെയൊക്കെ ചില പദങ്ങൾ നമ്മൾ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ വേദപാഠ പുസ്തകത്തിലും ഉണ്ട് അല്ലേ? ക്രിസ്തു സംഭവം, പെസഹ രഹസ്യം എന്നൊക്കെ. എന്താണ് ഈ ക്രിസ്തു സംഭവം? ക്രിസ്തു ഒരു സംഭവമാണ് എന്ന അർത്ഥത്തിലാണോ? അതെയോ? അല്ല. ക്രിസ്തു സംഭവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ഈശോ മിശിഹായുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള രഹസ്യങ്ങളെയാണ്. ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇതിനെയാണ് ക്രിസ്തു സംഭവം എന്ന് വിളിക്കുക. അതേസമയം ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം, പെസഹ രഹസ്യം എന്ന് പറയുമ്പോൾ, പാസ്കൽ മിസ്റ്ററീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്തിനെയാണ്? ഈശോയുടെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇത്രയും കാര്യത്തെയാണ് പെസഹ രഹസ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാം പഠിക്കുന്നത് ഇപ്പോൾ പെസഹ രഹസ്യങ്ങളാണ്. പെസഹ രഹസ്യത്തിലെ ഒന്നാം രഹസ്യം ഈശോ മിശിഹായുടെ മരണം. ഈശോ ഇങ്ങനെ കുരിശേ കയറി മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇതാണ് ന്യായമായും പലർക്കും തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും നിങ്ങൾ അതേക്കുറിച്ച് സംശയിച്ചിട്ടുള്ളത് അല്ലേ? ഈശോ ഇങ്ങനെ മരിക്കേണ്ട കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇതേക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ്റെ ഒരു വിശദീകരണം ഞാൻ പറയും. മനുഷ്യകുലം പാപം ചെയ്ത് പിശാചിൻ്റെ അടിമകളായിത്തീർന്നു. നാം പാപം ചെയ്യുമ്പോൾ ദൈവമക്കളുടെ പദവി നമുക്ക് നഷ്ടപ്പെടുകയും നാം പിശാചിൻ്റെ അടിമയായിത്തീരുകയും ചെയ്യും അല്ലേ? അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? പിശാചിനോട് ദൈവം പറഞ്ഞു, വിശുദ്ധ അഗസ്തിൻ്റെ വ്യാഖ്യാനം ഇതാ, പിശാചിനോട് ദൈവം പറഞ്ഞു, പിശാചെ, നീ എൻ്റെ ജനത്തെ മുഴുവൻ അടിമകളാക്കി വെച്ചിരിക്കുക, അവരെ വിട്ടുതരണമെന്ന്. ഉടനെ പിശാച് പറഞ്ഞു, ഈ ജാതികളെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും എനിക്കില്ല, എനിക്ക് ഈ മനുഷ്യരോട് ഒരു സ്നേഹവും ഇല്ല, ഞാൻ വേണേൽ വിട്ടു തന്നേക്കാം, പക്ഷേ നല്ല വില തരികയാണെങ്കിൽ വിട്ടുതരാം. ദൈവം ചോദിച്ചു, നിനക്ക് എന്നാ വില വേണ്ടേ? പിശാചെല്ലാം കച്ചവടമാണ് അല്ലേ? നിനക്ക് എന്നാ വില വേണ്ടേ? പിശാച്, അതിബുദ്ധിമാനായ പിശാച് വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന വില എനിക്ക് തന്നാൽ മനുഷ്യകുലത്തെ നിനക്ക് തിരിച്ചു തന്നേക്കാം. എന്താണ് വില? പിശാച് ആലോചിച്ചിട്ട് പറഞ്ഞു, നിന്റെ പൊന്നോമന പുത്രനായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും വിലയായി തരണം. അതായത് നിന്റെ തിരുക്കുമാരൻ്റെ ജീവനും രക്തവും വിലയായി തന്നാൽ ഞാൻ ജനത്തെ വിട്ടു തന്നേക്കാം. പിശാച് ഒരിക്കലും വിചാരിക്കുന്നില്ല അത് സാധ്യമാണ്. ദൈവത്തിന് തൻ്റെ തിരുക്കുമാരനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മനുഷ്യകുലം തൻ്റെ നിത്യമായ അടിമത്തത്തിൽ തന്നെ കഴിഞ്ഞുകൊള്ളും എന്ന ചിന്തയിലാണ് പിശാച് തികച്ചും അസാധ്യമെന്ന് കരുതുന്ന ഈ വില ചോദിച്ചത് അല്ലേ?
പറമ്പ് വിൽക്കുമ്പോൾ വിൽക്കാൻ ഉദ്ദേശമില്ലാത്തവർ ചിലപ്പം തട്ടിവിടും. ആ പറമ്പ് വിൽക്കുന്നുണ്ട് ചേട്ടാ, വിൽക്കുന്നുണ്ട്, എത്രയാ? സെൻറ്റിന് ഒരു 25 ലക്ഷം. സെൻറ്റിന് 25,000 രൂപ വിലയില്ലാത്ത സ്ഥലമായിരിക്കും. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേൾക്കുന്നവർക്കറിയാം എന്താ? വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പിശാച് ചോദിച്ചത്. പക്ഷേ ചില സ്ഥലക്കച്ചവടക്കാർ നമ്മളെ ഞെട്ടിച്ച് കളയും, ഉടനെ എടുത്ത് അഡ്വാൻസ് തരും. പറഞ്ഞവൻ മണ്ടനായി പോകും, ഇല്ലേ? അങ്ങനത്തെ സ്ഥലക്കച്ചവടവും ഉണ്ട്. അവരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും, അത് വേറെ വിഷയം. പിശാചിനെ അമ്പരപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, എൻ്റെ പുത്രൻ്റെ ചോരയും ജീവനും ഞാൻ വിലയായി തരും, പകരം മനുഷ്യകുലത്തിനെ എനിക്ക് വിട്ടുതരണം. അപ്രകാരം തൻ്റെ തിരുക്കുമാരൻ്റെ ജീവൻ മോചനദ്രവ്യമായി, അങ്ങനെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, അല്ലേ? അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ നൽകാൻ മനുഷ്യപുത്രൻ വന്നു. എന്താ ഈ മോചനദ്രവ്യം എന്ന് പറഞ്ഞാൽ? ആ മോചനദ്രവ്യം എന്ന് പറഞ്ഞാൽ റാൻസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി, അല്ലേ? സാറന്മാരുടെ കൊച്ചിനെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്ന് വെച്ചിട്ട് ആരോ കൊണ്ട് കർണാടകത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ഇന്ന സൺഡേ സ്കൂൾ സാറല്ലയോ? അതെ, റാംജി റാവു സ്പീക്കിംഗ്, അല്ലേ? അതായത് ഈ കൊച്ചിനെ വിട്ടു തരണമെങ്കിൽ 10 ലക്ഷം രൂപ തരണം. പോലീസിനോട് മിണ്ടിയാൽ കൊച്ചിനെയും തട്ടും നിങ്ങളെയും തട്ടും. സാറ് ഭാര്യയുടെ കെട്ടുതാലി അടക്കം പറിച്ചു വെച്ച് വിറ്റ് 10 ലക്ഷം രൂപയും കൊണ്ട് പറഞ്ഞ സ്ഥലത്ത് എല്ലും. അവർ ചിലപ്പോൾ കൊച്ചിനെ വിട്ടു തന്നിരിക്കും. അങ്ങനെ കൊടുക്കുന്ന പൈസയ്ക്കാണ് എന്തെന്ന് പറയുക? മോചനദ്രവ്യം. പിടിച്ചു വയ്ക്കപ്പെട്ട, അടിമയാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി കൊടുക്കുന്ന പണത്തിനെയാണ് റാൻസം, മോചനദ്രവ്യം എന്ന് പറയും. അതായത് ഒരു രാജാവ് കുറേ പടയാളികളെ ശത്രു രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അവര് വിട്ടുകിട്ടണമെങ്കിൽ ഇത്ര രൂപ തരണമെന്ന്. അതാണ് മോചനദ്രവ്യം. മനസ്സിലാകുന്നു? യെസ്. ഈ മോചനദ്രവ്യമായിട്ടാണ് ഈശോയുടെ മരണത്തെ നാം മനസ്സിലാക്കേണ്ടത്. കാരണം നാം പിശാചിൻ്റെ അടിമകളായി തീർന്നു. നമ്മെ വീണ്ടെടുക്കാൻ ദൈവപിതാവ് കൊടുത്ത മോചനദ്രവ്യമാണ് ആത്യന്തികമായി ഈശോയുടെ ജീവൻ എന്ന സത്യം ഓർക്കുക. അതായത് പിതാവായ ദൈവത്തിന് മനുഷ്യകുലത്തോട് തൻ്റെ തിരുക്കുമാരനോടുള്ളതിനേക്കാളും സ്നേഹമുണ്ടായിരുന്നു എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അത്രയും വലിയ സ്നേഹം മനുഷ്യകുലത്തോട് കാണിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് മനുഷ്യകുലത്തെ അത്രമേൽ അഗാധമായി സ്നേഹിച്ചതിൻ്റെ അനന്തരഫലമാണ് ഈശോയുടെ കുരിശുമരണം. അതുകൊണ്ട് കുരിശുമരണം ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകളിലൂടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ചർച്ചകളിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ, ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനുള്ള അവസരമാണ്. അതേ തുടർന്ന് നാം വീണ്ടും ഈ വേദിയിൽ തുടരുന്നതാണ്. ജോസാറാണ് ചോദിക്കുന്നത്. അച്ഛാ, ജോസാറ് നമ്മുടെ മാല സൺഡേ സ്കൂളിലെ അധ്യാപകനാണ്, ഒപ്പം കൊന്നക്കാട് ഗവൺമെൻറ് സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. സാറ് ചോദിക്കൂ. യേശുവിൻ്റെ വിചാരണ വിധിയുമായിട്ട് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ രാജാവായ ഹെറോദോസ്, ഗവർണറായ പീലാത്തോസ്, അങ്ങനെ ഇരിക്കെ ഈ പ്രധാന പുരോഹിതരെ നിയമിച്ചതിനും കൂടി യേശുവിനെ എന്തിനാണ് ഈ സാൻഹദ്രിയൻ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കുന്നത്? സാൻഹദ്രിയൻ സംഘത്തിന് യേശുവിൻ്റെ വിചാരണ വിധിയുമായിട്ടുള്ള റോൾ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു വെച്ചു. അപ്പോൾ സാറ് ഒരു ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് ഈ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കുക സ്വാഭാവികമാണ്, അല്ലേ? ഹെഡ് മാസ്റ്റർമാർക്ക് അധികാരത്തെ ബഹുമാനമുണ്ട്. അതുപോലെ തന്നെ അവർ കൃത്യ അധികാര കേന്ദ്രങ്ങൾ ഏതാണെന്ന് അറിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈശോയുടെ കാലത്തെ അധികാര കേന്ദ്രം ഈ പറഞ്ഞതുപോലെ റോമൻ ഭരണക്രമമാണ്. റോമിൻ്റെ കീഴിലുള്ള ഒരു സാമന്ത രാജാവാണ് ഹെറോദ് എന്ന് പറയുന്നത്.
അതേസമയം റോമൻ ഗവർണറായിരുന്നു ആര്? പീലാത്തോസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ യേശുവിൻ്റെ വിചാരണയെ എന്തിനായി സാൻഹെദ്രിൻ കയറി ഇടപെടുന്നത്? ഇതാണ് അടിസ്ഥാന വിഷയം. റോമൻ ഭരണത്തിൻ കീഴിൽ യഹൂദ മതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സമർപ്പിക്കണമെങ്കിൽ അത് യഹൂദ സാൻഹെദ്രിൻ സംഘത്തിനെ സമർപ്പിക്കാൻ അവകാശമുള്ളൂ. സാൻഹെദ്രിൻ സംഘം എന്ന് പറഞ്ഞാൽ സുനേദ്രോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് വരിക. സാൻഹെദ്രീൻ എന്ന് തന്നെയാണ് ഹീബ്രുവിലും ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഈ പദം ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ അർത്ഥം കൂടിച്ചേരുക, ഒന്നിച്ചു ചേരുക, മീറ്റിംഗ് കൂടുക എന്നൊക്കെ ഉള്ളൂ അർത്ഥം. ഇപ്പം നമ്മൾ സൂനകദോസ് എന്ന് പറയുക. സൂനകദോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിച്ചു കൂടുക എന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അതൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പ്രത്യേക വ്യക്തികൾ ഒന്നിച്ചു കൂടുന്നത് കൊണ്ട് നമ്മളതിനെ സൂനകദോസ് എന്ന് വിളിക്കും. അതുപോലെയാണ്, അതേ പദം തന്നെയാണ് മൂലാർത്ഥത്തിൽ സാൻഹെദ്രിൻ എന്ന് പറയുന്നത്. സാൻഹെദ്രിൻ സംഘത്തിൽ ഓരോ പ്രദേശത്തും സാൻഹെദ്രിൻ സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ യഹൂദ മതത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകുക. ഓരോ പ്രദേശത്തെ ഭരണം നടത്താൻ പിൽക്കാലത്ത് റബ്ബീനി കാലഘട്ടത്തിൽ സാൻഹെദ്രിൻ ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ കാലത്തെ സാൻഹെദ്രിൻ എന്ന് പറയുന്നത് പ്രധാനാചാര്യൻ്റെ അധ്യക്ഷതയിൽ 70 നേതാക്കന്മാർ ചേർന്നതാണ് സാൻഹെദ്രിൻ. നിങ്ങൾക്കറിയാം, സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ മോശ 70 നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നു അല്ലേ? മോശയും 70 നേതാക്കന്മാരും ചേർന്നൊരു സംഘമാണ് ഇസ്രായേലിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് എന്ന് ഒരു ആശയം അവിടെയുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സാൻഹെദ്രിൻ കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് 71 പേര് ഈ സാൻഹെദ്രിനിലുള്ളത്. അധ്യക്ഷനായ പ്രധാന പുരോഹിതനും 70 അംഗങ്ങളും. വിവിധ കാലഘട്ടങ്ങളിൽ സാൻഹെദ്രിൻ സംഘത്തിന് വലിയ അധികാരങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പേർഷ്യൻ, ഗ്രീക്ക് ഭരണകാലങ്ങളിലൊക്കെയും സാൻഹെദ്രിൻ സംഘത്തിന് യഹൂദരെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ അവകാശമുണ്ടായിരുന്നു. അതേസമയം റോമൻ ഭരണം വന്നപ്പോൾ, റോമൻ ഭരണം ആരംഭിക്കുന്നത് BC 63-ലാണ്. BC 63 മുതൽ, അതായത് ഈശോയുടെ കാലത്തിന് ഒരു 10-60 കൊല്ലം മുൻപ് റോമൻ ഭരണം ആരംഭിച്ചു. റോമൻ ഭരണം ആരംഭിച്ചത് മുതൽ മരണശിക്ഷ വിധിക്കുന്ന തീരുമാനമെടുക്കാൻ സാൻഹെദ്രിൻ സംഘത്തിന് അവകാശമില്ല. അതുവരെ അവർക്ക് ആ അവകാശം ഉണ്ടായിരുന്നു. ഒരാളെ കൊന്നുകളയാൻ കൽപ്പിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലാൻ അവർക്ക് അവകാശമുണ്ട്. റോമൻ ഭരണം ആരംഭിച്ചതോടെ സാൻഹെദ്രിൻ സംഘത്തിൻ്റെ ആ അവകാശം എടുത്തു കളഞ്ഞു. അതായത് വധശിക്ഷ വിധിക്കാനുള്ള അധികാരം അവർ റോമിന് റിസർവ് ചെയ്തു, സംവരണം ചെയ്തു. വധശിക്ഷ വിധിക്കേണ്ട ഒരു കാര്യം സാൻഹെദ്രിൻ സംഘത്തിൻ്റെ മുമ്പിൽ വന്നാൽ ആ വിഷയം എവിടെ കൊണ്ടുചെല്ലണം? റോമൻ ഗവർണറുടെ മുമ്പിൽ എത്തിച്ച് ഗവർണറുടെ അംഗീകാരം മേടിച്ചാലേ ആ വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യഹൂദ മതനേതൃത്വം സാൻഹെദ്രിൻ സംഘത്തിൽ യേശുവിൻ്റെ കേസ് വിചാരണ ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം അത് ഗവർണറുടെ മുൻപിൽ ഹാജരാക്കുകയും ചെയ്യുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം അതാണ് എന്ന് മനസ്സിലാക്കിയാണ്. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ പറമ്പ സൺഡേ സ്കൂളിലെ ഷിജി ടീച്ചറാണ് ചോദിക്കുന്നത്. ടീച്ചർ ചോദിക്കൂ. എൻ്റെ സംശയം ഇതാണ്. പീലാത്തോസ് ആണല്ലോ ഈശോയെ കുരിശിൽ കയറ്റാൻ വിധിച്ചത്. എന്നിട്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഈ പീലാത്തോസിൻ്റെ പേര് നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ ഈ പേര് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമായ വിശ്വാസ പ്രമാണത്തിൽ 2 മനുഷ്യ വ്യക്തികളുടെ പേരേ പറയുന്നുള്ളൂ. ആരുടെയൊക്കെയാ? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും പന്തിയോസ് പീലാത്തോസിൻ്റെ. അതായത് മാതാവിനെ പോലെ നമ്മൾ എപ്പോഴെല്ലാം കുർബാന ചൊല്ലിയാലും ഈ ദുഷ്ടൻ്റെ പേരും പറയണം എന്ന് പറയുന്നത് അതിനകത്തൊരു അന്യായം ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് ഇയാൾ ആരാ? ഇയാളൊരു നട്ടലുള്ള ഭരണാധികാരി പോലുമല്ല, ഇല്ലേ? ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ടുകൊണ്ട് എടുത്ത് ചാടി. പീലാത്തോസ് എന്ന് പറയുന്നത് റോമൻ ഗവർണറായിരുന്നു. റോമില് അധികാര കേന്ദ്രങ്ങളെ കൈമണി അടിച്ച് ആണ് ഈ ഗവർണർ പദവി മേടിച്ചെടുക്കുന്നത്. സ്ഥാനമോഹിയായൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് വ്യക്തമാണ്. ഇദ്ദേഹം AD 26 മുതൽ 36 വരെയാണ്
അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുക. ഈ മനുഷ്യൻ ഭരണം ഏറ്റെടുത്ത കാലത്ത് തന്നെയാണ് ഈശോ പരസ്യജീവിതം ആരംഭിക്കുക. ഈശോയെ വധിക്കുമ്പോൾ അദ്ദേഹം ഗവർണർ പദവിയിൽ 4 കൊല്ലം പൂർത്തിയാക്കിയിട്ടുണ്ടാകാനാണ് സാധ്യത. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ കൂടുതൽ കഠിനമായി. ഇദ്ദേഹം രക്ഷപ്പെട്ടില്ല. സ്വന്തം അധികാര കസേര രക്ഷിക്കാൻ വേണ്ടിയാണ് പീലാത്തോസ് ഈശോയെ കുരിശേ തറച്ചത് എങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വന്തം കസേര രക്ഷിക്കാൻ പറ്റിയില്ല. യഹൂദന്മാർ തന്നെ പീലാത്തോസിനെതിരെ കലാപത്തിന് മുതിർന്നു. പീലാത്തോസിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവില്ല എന്ന് കണ്ടപ്പോൾ റോമൻ ചക്രവർത്തി പീലാത്തോസിനെ റോമിലേക്ക് വിളിക്കുകയും അവിടെ തടവിലിടുകയും ചെയ്തു എന്നാണ്. തടവിൽ കിടന്ന പീലാത്തോസിന് മാനസിക അസ്വാസ്ഥ്യം ബാധിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ടൈബർ നദിയിൽ മുക്കി കൊന്നുകളഞ്ഞു എന്നൊക്കെയാണ് പീലാത്തോസിൻ്റെ പിൽക്കാല ചരിത്രം പറയും. അതായത് അന്യായ മാർഗത്തിലൂടെ ആരെല്ലാം അധികാരം നിയന്ത്രിക്കാൻ പോയോ അവർക്കെല്ലാം ദുരന്തമാണ്. ഈശോയെ കൊന്നിട്ട് യഹൂദരുടെ പ്രീതി മേടിക്കാൻ നോക്കി. പക്ഷേ ഈശോയെ നഷ്ടപ്പെട്ടു, യഹൂദരെ നഷ്ടപ്പെട്ടു, കസേരയും പോയി, ജീവനും പോയി. പീലാത്തോസിൻ്റെ ഗതികേടാണ്. പീലാത്തോസിൻ്റെ ഭാര്യ മാത്രം രക്ഷപ്പെട്ടു. പീലാത്തോസിൻ്റെ ഭാര്യ രക്ഷപ്പെട്ടോ എന്നാണ് സാറിൻ്റെ ഒരു ആകാംക്ഷ. കാരണം ആ ഭാര്യ ഈശോയ്ക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ചേടത്തിയാണ്. ഈ സ്ത്രീ പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. വസ്തുതാപരമായ കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും ഈ പീലാത്തോസിൻ്റെ പേരുച്ചരിക്കുന്നതിൻ്റെ കാരണം അതാണ് ചോദ്യം, അല്ലേ? ഈ പീലാത്തോസിൻ്റെ പേര് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ അത് വളരെ ആലോചിച്ചുറപ്പിച്ചാണ് വിശ്വാസ പ്രമാണത്തിൽ നിഖ്യാ സൂനകദോസ് ഈ പേര് ഉൾപ്പെടുത്തുന്നത്. കാരണം എന്താ? ഈശോ മരിച്ചു എന്നുള്ളത് കേവലം ഒരു വിശ്വാസ വിഷയം മാത്രമല്ല, അതൊരു ചരിത്ര സംഭവമാണ്. ഇത്രാം വർഷം, ഇത്രാം കാലഘട്ടത്തിൽ, ഇന്നയാളുടെ ഭരണകാലത്ത് ഈശോ മരിച്ചു എന്ന് പറയുന്നതിലൂടെ ഈശോയുടെ മരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു എന്ന് സ്ഥാപിക്കുക. അതാണ് സുവിശേഷകന്മാരുടെ ഉദ്ദേശ്യം, നിഖ്യാ സൂനകദോസിലെ പിതാക്കന്മാരുടെ ഉദ്ദേശം. ഈശോയുടെ മരണം ഒരു ചരിത്ര സംഭവമാണ്. പീലാത്തോസിൻ്റെ കാലത്ത് എന്ന് പറയുമ്പോൾ അത് റോമൻ ഭരണക്രമമാണെന്നറിയാം. യൂദയ പ്രവിശ്യയിലാണ് അത് സംഭവിക്കുന്നത് എന്നറിയാം. AD 26-നും 36-നും ഇടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് ഈശോയുടെ മരണം ഒരു ചരിത്ര സത്യമാണ്. ചരിത്രത്തെ ഏറ്റവും ഗൗരവത്തിലെടുക്കുന്ന മതമാണ് ക്രിസ്തുമതം. ചരിത്രത്തിലാണ് ദൈവം ഇടപെടുക. ദൈവം ചരിത്രത്തിൻ്റെ നിയന്താവാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ചരിത്രപരതയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെയാണ് വാസ്തവത്തിൽ പന്തിയോസ് പീലാത്തോസിൻ്റെ പേരിലൂടെ നാം ഏറ്റുപറയുന്നത്. ഇനി ടെൻഷനില്ല എന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ വർഷം പറയുന്നത് പോലെ ഉള്ളൊരു യെസ് നമ്മളിപ്പോൾ വർഷം പറയുമ്പോൾ ഇത് 2017 എന്ന് നമ്മൾ പറയുന്നത് പോലെ ആകാം. അന്ധകാലത്ത് ഭരിക്കുന്ന രാജാവിൻ്റെ കാലം ചേർത്താണ് പറയുന്നത്. നിങ്ങൾ ഓരോ ബൈബിൾ പുസ്തകങ്ങളും നോക്കിയാൽ എസെക്കിയേലിൻ്റെ കാലം എടുക്കുമ്പോൾ ഇന്ന രാജാവിൻ്റെ ഇത്രാം ഭരണവർഷം എന്ന് പറയും. സീസറിന്റെ ഇത്രാം വർഷം, മാതാവിൻ്റെ ഉണ്ണീശോയുടെ ജനനത്തിൻ്റെ സമയത്ത് പറയുന്നത്, ഉണ്ണീശോയുടെ ജനനത്തിൽ. യെസ്, അതായത് സെൻസസ് എടുക്കാൻ പോയ കഥയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു വർഷം പറയുന്നതിന് സമാനമാണ് ഇന്ന രാജാവിൻ്റെ അല്ല ഇന്ന അധികാരിയുടെ ഭരണകാലത്ത് എന്നുള്ളത്. അതിന് സമാനമായ ഒരു പദപ്രയോഗമായി മനസ്സിലാക്കിയാൽ മതി. അത് വളരെ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി ആരാണ് മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്? ടീച്ചറാണ് ചോദിക്കുന്നത്. മാലോ ഇടവയിലെ ബെറ്റി ടീച്ചറാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ടീച്ചർ ചോദിക്കൂ. കുരിശുമരണമല്ലാതെ ലോകത്തെ രക്ഷിക്കാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നോ? അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞുതരാമോ? കുരിശുമരണം അല്ലാതെ ഈശോ ഒരു കൺവെൻഷൻ നടത്തി എല്ലാവരെയും വിളിച്ചു കൂട്ടി സുവിശേഷം പ്രസംഗിച്ച് മാനസാന്തരപ്പെടുത്തിയ പോരാഞ്ഞോന്നല്ലേ? സാർ എന്തിനും അവിടെ കൈവക്കയില്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സാറിന് സംശയമുള്ളത്. അത് പലപ്പോഴും മനസ്സിനെ ഒരു വിഷമിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ സർവശക്തനായ ദൈവമാണല്ലോ ഈശോ. പിന്നെ ഈ ഈശോയ്ക്ക് ഈ കുരിശുമരണം, സഹനം, പീഡാനുഭവം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല.
ഒരു മനുഷ്യനെ, ദുർബലനായ മനുഷ്യനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ സർവ്വശക്തനായ ദൈവത്തിനെതിരെ ഈ സഹിക്കുക, കുരിശ് മരിക്കുക, പീഡ അനുഭവിക്കുക, ചാട്ടവാറടി കേൾക്കുക ഒക്കെ വലിയ സംഭവമൊന്നുമല്ലല്ലോ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിൻ്റെയൊക്കെ അല്ല, അത് സാറ് പറയുന്ന അങ്ങനെ ചെറിയ കാര്യമല്ല. ഈശോയ്ക്ക് അടി കിട്ടിയപ്പോൾ ചുമ്മാ എന്താണ് വെഞ്ചാമരം വീശി പോലെ തോന്നിയിട്ടുണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെ അതാണ്. അല്ല, ഈശോ പൂർണ്ണ മനുഷ്യനാണ്. ഈ രണ്ട് ചോദ്യങ്ങളും വാസ്തവത്തിൽ ആദിമസഭയിൽ തന്നെ ഉയർന്ന ഒരു വലിയ പാഷണ്ഡതയുമായി ബന്ധപ്പെട്ടതാണ്. പാഷണ്ഡത ഏതായിരുന്നെന്ന് ചോദിച്ചാൽ ഡൊസേറ്റിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡതയുണ്ട്. അവർ പറയുന്ന ഇതാ, ഈശോ ഇങ്ങനെ അഭിനയിച്ചതേ ഉള്ളൂ. ഈശോയ്ക്ക് വേദനയൊന്നുമില്ല. അടിയേറ്റപ്പോൾ ഈശോ ഹാ ഹൂ ഹോ എന്നൊക്കെ ഇങ്ങനെ വേദന അഭിനയിച്ച് കാണിച്ചു. ഈശോ ഒരു മജീഷ്യനെ പോലെ മുറിവുകളൊക്കെ കാണിച്ചു, അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. കുരിശേൽ ഈശോ കടന്ന് ചുമ്മാ അങ്ങ് എഴുന്നേറ്റ് പോയതേ ഉള്ളൂ. ഇതൊക്കെയാണ് ഡൊസേറ്റിസം പാഷണ്ഡത പഠിപ്പിച്ചത്. ഈശോ ദൊഖേവോ എന്ന ഗ്രീക്ക് ക്രിയയിൽ നിന്നാണ് ഇത് വരിക. ദൊഖേവോ എന്ന് പറഞ്ഞാൽ കാണപ്പെടുക. അങ്ങനെ കാണപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചില്ല എന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല സംഭവം. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ ദൈന്യത നാം കാണുന്നത്. ഒരമ്മയുടെ മുലപ്പാലിന് വേണ്ടി കരയുന്ന, അമ്മ എടുത്താൽ മാത്രം എഴുന്നേൽക്കാൻ പറ്റുന്ന കുഞ്ഞായി പിറന്നത് ആരാണ്? ഈശോയാണ്. സർവശക്തൻ തൻ്റെ സർവശക്തി ശൂന്യവൽക്കരിച്ചു. അതാണ് ക്രിസ്തുഗീതത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അതായത് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അല്ലേ? ശൂന്യനാക്കി എന്നുള്ളത്, അതാണ് ശൂന്യവൽക്കരണം. കെനോസിസ് എന്ന് ദൈവശാസ്ത്രത്തിൽ പറയും. ശൂന്യനാക്കിയിരിക്കുകയാണ് ദൈവം തന്നെ. ദൈവത്തിൻ്റെ സർവശക്തി ദൈവം വേണ്ട എന്ന് വെച്ച അവസ്ഥയാണ്. അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ അടിയേറ്റാൽ വേദനിച്ചോ അതുപോലെ തന്നെ ഈശോയ്ക്കും വേദനിച്ചു. ഒരു സംശയവും വേണ്ട. ഈശോ അധികം റഫൊന്നും അല്ലാത്തത് കൊണ്ട്, നമ്മളൊക്കെയാണ് ഒരുവിധം കാട്ടുപോത്ത് സ്വഭാവമുള്ളത് കൊണ്ട് ഒരുവിധം അടിയൊന്നും നമുക്ക് ഏശിയല്ല അല്ലേ? ഈ മിശിഹാ തമ്പുരാൻ ഇത്രമേൽ നിഷ്കളങ്കനായതുകൊണ്ട് നമുക്ക് വേദനിക്കുന്നതിനേക്കാളും കൂടുതൽ ഈശോയുടെ ശരീരത്തിൽ വേദനിച്ച് കാണും. കാരണം വേദനയെ മുള്ളുകൊള്ളൂ, അങ്ങനെ ഉപദ്രവങ്ങൾ അടിപിടിയൊന്നും കൂടിയിട്ടില്ലാത്തതുകൊണ്ട്, ചെറുപ്പം തൊട്ടേ അടി കൂടി വളർന്നുകൊണ്ട് ഒരു ചെറിയ അടിയൊന്നും ഇപ്പം നമുക്ക് ഏശാറില്ല അല്ലേ? ഈശോ മിശിഹായ്ക്ക് നമ്മളെക്കാളും കൂടുതൽ വേദനിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറിൻ്റെ ചോദ്യത്തിന് കൃത്യമായി പറഞ്ഞാൽ, കുരിശേ മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഈശോ മരിച്ചാലേ രക്ഷയുള്ളൂ. ആ കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താണ്? മനുഷ്യനായി പിറന്നവൻ ജീവൻ വില കൊടുത്താലേ രക്ഷ പ്രാപിക്കുക സാധ്യമായിട്ടുള്ളൂ. ഇതാണ് വിഷയം. ഇനി അവൻ ജനിച്ചത് യഹൂദനായിട്ടാണ് എന്നുള്ളതിനാൽ, യഹൂദനായ റോമാക്കാർക്ക് അടിമയായവനാണ്. അവന് മരിക്കണം എന്നുണ്ട് എങ്കിൽ, ശിക്ഷാവിധിയേറ്റ് മരിക്കണം എന്നുണ്ട് എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ഏതാണ്? കുരിശ് മരണം. കാരണം യഹൂദൻ റോമാക്കാരുടെ അടിമയാണ്. അടിമകൾക്കുള്ള വധശിക്ഷയ്ക്ക് ഒരേ ഒരു രീതിയേ ഉള്ളൂ. ഏതാണ്? കുരിശെ തറച്ച് വധിക്കപ്പെടുക എന്ന്. ഈശോ ദൈവജനത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി യഹൂദനായി ജനിച്ചതുകൊണ്ട് ഈശോയ്ക്ക് തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാൻ ഒരു ദാസനെ പോലെ, അടിമയെപ്പോലെ കുരിശിലേറി മരിക്കുകയല്ലാതെ മറ്റ് വഴി ആ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ടീച്ചറിന് മനസ്സിലായി കാണും. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് താല്പര്യപൂർവ്വം നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്നറിയാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അച്ഛനോട് തീർച്ചയായും ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ ക്ലാസ് നയിച്ച, നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട
പാംബ്ലാനി അച്ഛന് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് കാസർഗോഡ് ജില്ലയിലെ മാലോം, പറമ്പ എന്നീ സൺഡേ സ്കൂളിലെ അധ്യാപകരാണ്. നിങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകളിൽ പ്രേക്ഷകരായി നിങ്ങളും വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തു എന്ന് വിചാരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഷാലോമിലേക്ക് എഴുതി അറിയിക്കുമല്ലോ. എഴുതേണ്ട വിലാസം: To the producer, CCAT Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, പിൻകോഡ് 673528. ഈ വിഷയത്തെക്കുറിച്ചുള്ള തുടർ ചർച്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.